ഹായ്, ഇന്ന് മെയ് 4, 2 മണി മുതൽ 5 മണി വരെ നമ്മുടെ മക്കളെല്ലാം പരീക്ഷ എഴുതും. ഇന്നെനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യനുകളുണ്ട്, ഒരുപാട് ആകുലതകളുണ്ട്. ഒരുപക്ഷെ ഒരു വർഷം നമ്മുടെ കുട്ടികൾ കഠിനാധ്വാനം ചെയ്തപ്പോൾ അതിലേറെ അവരുടെ ഓരോ ദിവസവും എങ്ങനെ പോകുന്നു എന്ന് ഒരുപാട് ആകുലപ്പെട്ട് കാത്തിരുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ കാത്തിരിപ്പ് എന്തായി എന്നറിയാൻ നമുക്ക് അതിയായ ആവേശമുണ്ടാകും, ആകാംക്ഷയുണ്ടാകും, എല്ലാം ശരിയാണ്. പക്ഷേ എങ്കിലും 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ് അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആദ്യം പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പോലും അപ്പുറം അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് അവർ ഇത്രയും നാൾ അനുഭവിച്ച അവരുടെ ആകുലതകളും ടെൻഷനും പഠനവും വെപ്രാളവും എല്ലാം മാറ്റിവെച്ച് ഒരു നിമിഷം നമ്മളുടേതാക്കി അവരെ ചേർത്ത് നിർത്താം. പരീക്ഷ എളുപ്പമാണ് എന്ന് അവർ പറഞ്ഞാലും, അതല്ല എനിക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായിപ്പോയി അമ്മേ എന്ന് പറഞ്ഞാലും ഒരേ മനസ്സോടെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. എന്തുകൊണ്ട് നിനക്ക് മാത്രം പരീക്ഷ ഡിഫിക്കൽട്ടായി, ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം പരീക്ഷ എളുപ്പമായിരുന്നല്ലോ, നല്ല കമൻറ്റുകൾ കിട്ടിയപ്പോൾ നീ എന്തേ ഇങ്ങനെ, അങ്ങനെ നമുക്ക് ചോദിക്കാതിരിക്കാം. കാരണം അവർ ഇറങ്ങി വരുന്ന മാനസികാവസ്ഥ ഒരുപക്ഷെ നമുക്കറിയാമെങ്കിലും അത് നമ്മൾ വിട്ടുപോകും. കാരണം അവരെ പോലെ തന്നെ അതേ മാനസികാവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മളും കടന്നുപോയത്. അവരെക്കാളും ഈഗറാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ വാക്കുകളെയോ നമ്മുടെ പെരുമാറ്റങ്ങളെയോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അവർ പരീക്ഷ എഴുതുന്ന ഈ 3 മണിക്കൂർ, 2 മണി തൊട്ട് 5 മണി വരെ അവർ പരീക്ഷ എഴുതുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഏറ്റവും ആത്മസംയമനത്തോടെ അവരെ എങ്ങനെ ചേർത്ത് വെക്കാം എന്നുള്ളതാകണം നമ്മൾ ആലോചിക്കേണ്ടത്. പരീക്ഷ എങ്ങനെ എഴുതിയായാലും എന്തു തന്നെ ആയാലും സാരമില്ല മകനെ, മകളെ എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമ്മൾ ഇന്ന് കാണിക്കണം. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സാവകാശം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിനക്ക് എവിടെ അഡ്മിഷൻ കിട്ടും, ഇത്രയും ഡിഫിക്കൽട്ടാണെന്ന് നീ പറയുമ്പോൾ നമ്മളിനി എന്ത് ചെയ്യും തുടങ്ങിയ ക്വസ്റ്റ്യനുകൾ ഇന്നത്തെ ദിവസമെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം കഴിഞ്ഞ കുറേ രാത്രികൾ പകലാക്കി അവർ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് വെള്ളം പോലും ശരിക്ക് കുടിക്കാതെ ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിച്ചതാണ്. അവരുടെ ഹാർഡ് വർക്ക്, അതിന് എന്തു തന്നെ ഫലം കിട്ടിയാലും നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ രക്ഷിതാവിനും ഇതറിയാം. എങ്കിലും ഞാൻ അമ്മയാണ്, അതോടൊപ്പം തന്നെ ഒരുപാട് മക്കൾ അനുഗ്രഹം വാങ്ങി പോയിരിക്കുകയാണ്. അവരെങ്ങനെ പരീക്ഷ എഴുതുന്നു എന്നറിയാൻ എനിക്കും ഒരുപാട് ആകാംക്ഷയുണ്ട്. പക്ഷേ എങ്കിലും അവർ എങ്ങനെ എഴുതിയാലും ഇന്നത്തെ ഒരു ദിവസം അതവരോട് ചോദിക്കാതെ ഏറ്റവും കംഫർട്ടബിളായിട്ട് അവരെ മാറ്റാൻ, ഏറ്റവും കാമായിട്ട് അവരെ അപ്രോച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ ശ്രമിക്കും. പക്ഷേ എങ്കിലും ഞങ്ങൾ ബ്രില്യൻ്റ് കുടുംബത്തിൻ്റെ വക ഒരു വാക്കാണത്. കാരണം കുട്ടികൾ പോയിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ സന്തോഷാധിക്യത്താൽ ബഹളം വെച്ചുകൊണ്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ ചില എററുകളിൽ വളരെ പരിതപിച്ചായിരിക്കും വരുന്നത്. ഓരോ കുട്ടിയും പരീക്ഷാ ഹാളിൽ നിന്നും ഇറങ്ങി വരുന്ന മാനസികാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം, കുറച്ച് മണിക്കൂറുകൾ എന്തു തന്നെ ആയിക്കോട്ടെ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് അവരെ സ്വീകരിച്ച് അവർ പറയുന്നത് ഏറ്റവും സമാധാനത്തോടെ കേൾക്കുവാനുള്ള മനസ്സ്, അതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ രക്ഷിതാക്കൾ ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടത്. ഏറ്റവും സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളോടൊപ്പം ഞങ്ങൾ ബ്രില്യൻ്റ് കുടുംബവും ഒരുങ്ങി കാത്തിരിക്കുകയാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.